ടി.പി. അഷ്റഫ് അലിയും പി.കെ. ഫിറോസും ഷാഫി പറമ്പിലിനോടും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഇന്നലെ പരിശോധന നടത്തിയ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ മാതൃകാപരമായി ടി.പി. അഷ്റഫ് അലിയോ പി.കെ. ഫിറോസോ ആ വിഷയത്തിൽ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയോ പോലീസുകാരുമായി തർക്കത്തിലേർപ്പെടുകയോ ചെയ്യുകയുണ്ടായില്ല. ടി.പി. അഷ്റഫ് അലി, ഇന്നലെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം വടപുറത്തെ ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് നിലമ്പൂരിലേക്ക് വരുന്ന വഴിയാണ് ഈ പരിശോധന ഉണ്ടാകുന്നത്. ഷാഫി പറമ്പിൽ MP ആണ് വണ്ടി ഓടിക്കുന്നത്. ആ വണ്ടി സ്വാഭാവികമായിട്ടും പോലീസ് തടയുന്നു, നിർത്തിക്കൊടുക്കുന്നു. വണ്ടിയുടെ അകത്തേക്ക് അവർ പരിശോധന കാര്യങ്ങളെല്ലാം ടോർച്ച് ഉൾപ്പെടെ അടിച്ചുകൊണ്ട് അവരുടെ പരിശോധന കഴിഞ്ഞു. ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഡിക്കി ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സാഹചര്യത്തിലാണ് അവർ പിന്നീട് പെട്ടി ഓപ്പൺ ചെയ്യുന്നില്ല. പെട്ടി ഓപ്പൺ ചെയ്യാത്ത സമയത്ത് സ്വാഭാവികമായി ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഇറങ്ങി പെട്ടി ഓപ്പൺ ചെയ്യണം എന്ന് ആ ഉദ്യോഗസ്ഥനോട് പറയുന്നത്. അത് കുറച്ചുകൂടി ശ്രദ്ധയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഇത്തരമൊരു സാഹചര്യം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കെ ഇവിടെയും അതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളത് കൊണ്ട് അത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. ആ സമയത്ത് ആ ഉദ്യോഗസ്ഥനും അദ്ദേഹത്തെ സഹായിക്കുന്ന ആളുകളൊന്നും തന്നെ അതിന് തയ്യാറാകാതിരുന്നപ്പോഴാണ് അദ്ദേഹവുമായി സംസാരമുണ്ടാകുന്നത്. സ്വാഭാവികമായ പരിശോധനയാണെങ്കിൽ വണ്ടി നിർത്തുകയും ഡാഷ്ബോർഡ് പരിശോധിക്കുകയും ഡിക്കി ഓപ്പൺ ചെയ്ത് ആ ഡിക്കിയിൽ അവർ നോക്കുകയും ചെയ്താൽ പിന്നീട് അത് അടച്ചു പോവാറാണ് പതിവ്. ഡിക്കിക്കകത്തുള്ള ഓരോ പെട്ടിയും ഓരോ ബാഗും പരിശോധിക്കുകയും മറ്റും ചെയ്യുന്ന രീതി സ്വാഭാവികമായും ഒരു നേതാവിൻ്റെയോ അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ വാഹനത്തിൻ്റെയോ ഒന്നും തന്നെ ഇവിടെ നടക്കുന്ന ശീലമല്ല. അതേസമയം ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുമുണ്ടാവാം. ഇതൊന്നുമില്ലാതെ ഇന്നലെ അത്തരമൊരു സാഹചര്യം ആ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടായപ്പോഴാണ് സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്. MP-യുടെ ബോർഡ് കാണാം, MLA-യുടെ ബോർഡ് കാണാം. ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളാണ് എന്ന് വളരെ വ്യക്തമായി പോലീസ് ഉൾപ്പെടെ എല്ലാവർക്കും അറിഞ്ഞിട്ടും എന്തോ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു ധാരണയുടെ ഒക്കെ ഭാഗമായി അങ്ങനെ പരിശോധിച്ചതായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. അതുകൊണ്ടാണ് അത്തരമൊരു സംസാരം ഉണ്ടായത്. അവസാനം എല്ലാം കഴിഞ്ഞ് പരാതികളൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഡിക്കി തുറന്ന് പെട്ടി പുറത്തേക്ക് എടുക്കാനായിട്ട് ഉദ്യോഗസ്ഥർ ഷാഫി പറമ്പിലിനോട് ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. മാത്രമല്ല ആ പെട്ടി പിന്നീട് അവർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുമില്ല. പെട്ടി ഉൾപ്പെടെ ബാഗ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മറ്റുള്ള ഒരുപാട് സംഗതികൾ ഡിക്കിലുണ്ട്. അത് തുറന്നു നോക്കാതെ ഇനി പെട്ടിയെടുത്ത് അകത്ത് വെച്ചോളാൻ പറഞ്ഞു. അതൊരു ആക്ഷേപമായി കണ്ടു. അതുപോലെ അതിനകത്ത് വ്യക്തത വരുത്തണമെന്ന് MP പറയുന്നു. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഉദ്യോഗസ്ഥർ അത് തുറന്നു നോക്കിയോ? ഇല്ല, തുറന്നു നോക്കുന്നില്ല. അവരതിലേക്ക് പിന്നെ അടുക്കുന്നില്ല. പോലീസ് ഉൾപ്പെടെ ആരും അത് അവർക്ക് പിന്നീട് ആളുകൾ കൂടി പിന്നീട് ഇത് സീൻ മാറിപ്പോകുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി അവർ പതിയെ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരോട് ഞങ്ങളെല്ലാവരും പറഞ്ഞു, നേരത്തെ അവരോട് പറഞ്ഞതുപോലെ ഞങ്ങൾ മാറി നിൽക്കുകയൊന്നും ആയിരുന്നില്ല, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്ന ആ വീഡിയോ നിങ്ങൾ ഇടാത്തത് കൊണ്ട് എന്തെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങളെല്ലാവരും ഇടപെട്ട് സംസാരിച്ചു. നിങ്ങളുടെ യാതൊരു വിധത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കുന്ന വിധത്തിലുള്ള മറ്റൊന്നും ഇതിലില്ല എന്ന് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അങ്ങനെ അവർ പരിശോധന നടത്തിപ്പിച്ച് വീഡിയോ എടുത്തു. ഇതിൽ പരിശോധന നടത്തി യാതൊന്നുമില്ല എന്നതുൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ആ സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയായിരുന്നു ടി.പി. അഷ്റഫ് അലി? അല്ല, നമുക്കറിയാമല്ലോ, സ്വാഭാവികമായും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളോടും എടുക്കുന്ന സമീപനത്തിനും അപ്പുറത്തൊരു സമീപനം എടുക്കുകയും എന്നാൽ ആ പ്രവൃത്തി അദ്ദേഹം പൂർത്തീകരിക്കാതിരിക്കുകയും അതൊരു അനാവശ്യമായൊരു സാഹചര്യം അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തതിലുള്ളൊരു പ്രതിഷേധം അത് സ്വാഭാവികമാണല്ലോ. പ്രത്യേകിച്ചും ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല പ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം അവിടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നില്ലേ? സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ലേ അത്? അല്ല, കേരളത്തിലെ ഉദ്യോഗസ്ഥരിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ എന്നൊരു ഉദ്യോഗസ്ഥരൊന്നും ഇല്ല. സർക്കാരിൻ്റെ സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ അവർ ഈ സമയത്തേക്ക് ഡെപ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഞങ്ങളുടെ പരാതി എന്താണ്? അവരുടെ പ്രവൃത്തി, അവരുടെ ഡ്യൂട്ടി പൂർണ്ണമായും ചെയ്തില്ല എന്നുള്ളതാണ് പരാതി. നിങ്ങൾ ആദ്യം ഈ വിഷയത്തിൻ്റെ മെറിറ്റാണ് മനസ്സിലാക്കേണ്ടത്.
അവരവരുടെ പൂർണ്ണമായ പരിശോധന പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങൾക്കും അവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ചെയ്ത് നിങ്ങളുടെ ഈ വാഹനത്തിൽ പണമോ മറ്റു ഏതെങ്കിലും തരത്തിൽ ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളോ ഇല്ല എന്നവർ പറഞ്ഞില്ല എന്നുള്ളതാണ് പരാതി. എം പിയും എം എൽ എയും നിരന്തരം അവരോട് പറയുന്നത് നിങ്ങൾ പരിശോധിക്കൂ എന്നാണ്. അതിന് തയ്യാറാവാത്ത ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ ആ സർവീസിനെ പരിശോധിക്കാതിരുന്ന ഉദ്യോഗസ്ഥരോടുള്ള പ്രതിഷേധമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പ്രകടിപ്പിച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. പരിശോധിക്കാത്തതിലാണ്. പൂർണ്ണമായും പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? ആർക്കാണ് പ്രശ്നം? അങ്ങനെ പരിശോധന എല്ലാ വാഹനത്തിന്റെയും നടത്തണം. ചില വാഹനങ്ങളുടേത് മാത്രമായി ഡിക്കിയിലുള്ള എല്ലാ പരിശോധിക്കാതിരുന്നത് CPM വേണ്ടിയുള്ള പണിയെടുക്കലാകുന്നത് എങ്ങനെയാണ്? CPM വേണ്ടിയുള്ള പണിയെടുക്കലാകുന്നത് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥർ അവർ എല്ലാ അർത്ഥത്തിലും CPM-ഉമായും അതുപോലെ തന്നെ ഇതുപോലെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ വേണ്ടിയും ഒക്കെ പണിയെടുക്കുന്നവരായിട്ട് നമുക്കറിയാം. പാലക്കാട് നടന്നത് എന്താണ്? പാലക്കാട്ടെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യം എന്താണ്? അവിടെ വനിതകളായി താമസിക്കുന്ന ആളുകൾക്കിടയിലേക്ക് വനിതാ പോലീസിൻ്റെ പോലും പിന്തുണ അല്ലെങ്കിൽ അവരുടെ പോലും സാന്നിധ്യമില്ലാതെ കയറി ചെന്ന സാഹചര്യം നമുക്കറിയാവുന്നതല്ലേ. എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അവിടെ കൊടുത്ത പരാതിക്ക് അവർ FIR ഇടുക പോലും ചെയ്തില്ലല്ലോ. ആ പരാതിയില്ലാതെ ആ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് CPM വേണ്ടി ഉദ്യോഗസ്ഥർ പണിയെടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ചൊന്നും കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ പണിയെടുക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട്, നിരവധി ആളുകളുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ തന്നെ അദ്ദേഹം കരുളായിലെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഇവിടെ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ചെക്ക് പോസ്റ്റാണ്, കേരള പോലീസിന്റെ ചെക്ക് പോസ്റ്റ് അല്ല. അവിടെ വന്ന ഉദ്യോഗസ്ഥർ കേരള പോലീസിന്റെ മാത്രം ഉദ്യോഗസ്ഥരല്ല. അവിടെ കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥരുണ്ട്, കേന്ദ്ര സുരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം റവന്യൂ വകുപ്പിൽ നിന്നും പഞ്ചായത്ത് വകുപ്പിൽ നിന്നുമൊക്കെ ഇലക്ഷൻ കമ്മീഷൻ തങ്ങളുടെ ഉദ്യോഗസ്ഥരാണ്. ആ സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥരല്ല, ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരെന്നാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ പോളിംഗ് ഓഫീഷ്യൽസ് എന്ന പോലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് ബാക്കിയുള്ള എല്ലാ നേതാക്കളും, അനിൽകുമാർ കടന്നുപോയി, MP കെ രാധാകൃഷ്ണൻ കടന്നുപോയി, അബ്ദുൽ വാഹിദ് MP കടന്നുപോയി, ഇവരുടെ എല്ലാം വാഹനങ്ങൾ ഇങ്ങനെ ഡിക്കി തുറന്ന് പരിശോധിച്ചല്ലേ കടന്നു പോകുന്നത്. അവർക്കൊന്നുമില്ലാത്ത ബുദ്ധിമുട്ട് എന്താണ് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും മാത്രം? അല്ല, അരുൺകുമാർ ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം അതിൽ ദൃക്സാക്ഷി കൂടിയായ ഒരാൾ എന്ന നിലയിൽ നിങ്ങളുടെ ഈ ചോദ്യത്തിൻ്റെ മുന പോകുന്നത് ഇതിനെ വിവാദമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ തീർച്ചയായിട്ടും ഉറപ്പിക്കുന്നു. പ്രത്യേകിച്ചും പാലക്കാട് പെട്ടി ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റൂട്ട് മാപ്പ് ഒക്കെ വരച്ച് റിപ്പോർട്ടർ TV നടത്തിയ ഒരു അത്യുത്സാഹമൊക്കെ വാർത്തയുടെ എല്ലാ വശങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പ്രതിപക്ഷത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. ഇതുവരെ കിട്ടിയിരുന്ന ഇമ്മ്യൂണിറ്റി ഇനിയോട്ട് കിട്ടത്തുമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ വാർത്തയെ നിങ്ങൾ വാർത്തയെ അവതരിപ്പിക്കുന്നതിൽ ആർക്കും ഒരു പ്രയാസമില്ല. പക്ഷേ നിങ്ങൾ ഇതിന് ഉദ്ദേശിച്ച് കൊണ്ടുപോകുന്നത് ഇതിനെ വിവാദമാക്കി നിർത്തിക്കൊണ്ട് പോകാനുള്ള രീതിയിലാണ്. ഞാനത് സൂചിപ്പിച്ചത് മാത്രം. അതേസമയം ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനോട് സർവീസ് പാരിതോഷികം ഞാൻ തരാമെന്ന് പ്രതിപക്ഷത്തിലെ ഒരു യുവ MLA പറയുകയാണ്. അതിന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ TP അഷ്റഫ് അലി? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് ഈ സർവീസ് പാരിതോഷികം? അല്ല, കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥനോട് ഒരു ജനപ്രതിനിധിയോ ഒരു രാഷ്ട്രീയ നേതാവോ കയർത്ത് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണോ? കേരളത്തിലെ CPM നേതാക്കന്മാരിൽ കയർത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവ MLA തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനോട് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ഇന്ന് അതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താങ്കൾ കേട്ടോ? ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതിനുള്ള പാരിതോഷികം ജനങ്ങൾ നൽകും എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്തിനാണ് വേറെ പോലും ആ ഉദ്യോഗസ്ഥൻ എന്താണ്? ആ ഉദ്യോഗസ്ഥന് സർവീസ് പാരിതോഷികം വാങ്ങുന്നത് എങ്ങനെയാണ്?
ആ ഉദ്യോഗസ്ഥന് ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്ന ജനങ്ങൾ എല്ലാ വാഹനങ്ങളെയും ഒരുപോലെ പരിശോധിക്കാതെ ചില വാഹനങ്ങളെ കൃത്യമായിട്ടും ചില രക്ഷകളോടുകൂടി പരിശോധിക്കുന്നു. ആസൂത്രിതമുണ്ട് എന്ന് നേതാക്കന്മാർ പറയുന്നത് പോലെ അങ്ങനെ പരിശോധിക്കുന്നതിനോട് ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് പാരിതോഷികം നൽകും. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പാരിതോഷികം നൽകും? ടി പി അഷ്റഫ് അലി, അത് രാഷ്ട്രീയ നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും പാർട്ടിക്കുമല്ലേ ബാധകം? ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അതാണ് ഞാൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ടി പി അഷ്റഫ് അലി എന്തുകൊണ്ട് ഈ നിമിഷം വരെയും രാഹുൽ മാങ്കൂട്ടത്തിലോ ഷാഫി പറമ്പിലോ ഇലക്ഷൻ കമ്മിറ്റിയോ UDF KPCC പ്രസിഡന്റോ ഒരു പരാതി കൊടുക്കാത്തത് എന്താ? പാലക്കാട് ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അവസ്ഥ എന്താ? പാലക്കാട് ഞങ്ങൾ കൊടുത്ത പരാതി എടുത്തോ? അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷനിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല? എന്നിട്ടല്ലേ അന്വേഷണം നടത്തിയത്? ആ അന്വേഷണം നടത്തിയിട്ട് അത് അവസാനിപ്പിച്ചെന്നവർ പറഞ്ഞോ? ഞങ്ങൾക്ക് ഈ കേരളത്തിന്റെ പോലീസിൽ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ പരാതി കൊടുക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്കാണ് വിടുന്നത്. അല്ല, ഞങ്ങൾ അത് പോലീസിനായാലും ശരി തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും ശരി. ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്നാണോ ടി പി അഷ്റഫ് അലി പറയുന്നത്? ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ലെന്നാണോ ടി പി അഷ്റഫ് അലി പറയുന്നത്? പോലീസിൽ വിശ്വാസമില്ലെന്നാണ്. പോലീസ് അല്ലല്ലോ ഈ കേസ് അന്വേഷിക്കുന്നത്. പോലീസിൽ വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പരാതി എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാത്തത്? വിശ്വാസമില്ല എന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരല്ലേ ടി പി അഷ്റഫ് അലി? എവിടെ? ഇത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരല്ലേ? ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെയാണ് ഈ പരാതികളും ഈ പ്രശ്നങ്ങളും എല്ലാം പറയുന്നത്. ജനങ്ങൾക്ക് നമ്മൾ പ്രതീകാത്മകമായി പറയാമെന്നല്ലാതെ പരാതി കൊടുക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തൂടെ? നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനിൽ എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നില്ല? കളക്ടർക്ക് മുമ്പാകെ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? അല്ല അരുൺകുമാർ, അതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയപരമായ തീരുമാനമല്ലേ? ഞങ്ങൾ കൊടുത്ത ഒരു പരാതിയിൽ പാലക്കാട് എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിൽ FIR പോലും വിടാതെ പോലീസ് നടത്തിയ ഒരു അന്വേഷണം, അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരുന്നു. എന്നിട്ടൊന്നും ഒരു നടപടി ഉണ്ടാകാതെ, വനിതാ നേതാക്കന്മാരുടെ റൂമിൽ കയറിയ പോലീസുകാർക്കെതിരെ പോലും ഒരു നടപടി ഉണ്ടാകാതെ ആ കേസ് അവസാനിപ്പിച്ചു എന്ന് പറയുന്ന കേരള പോലീസിനകത്ത് ഞങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു താല്പര്യവുമില്ല. ഞങ്ങളത് ജനങ്ങളുടെ കേരള പോലീസിൽ നിന്ന് പരാതി കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, അത് സർക്കാരിന്റെ പോലീസാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിൻ്റെതല്ല. ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളൊരു ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ്. ആ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പരാതി സ്വാഭാവികമായിട്ടും കൊടുക്കാം. അത് നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ജനങ്ങൾക്ക് വിട്ടു നൽകുന്നു. ഇതാ ഞങ്ങളെ ഇരയാക്കിയ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനെതിരെ നിങ്ങൾ വോട്ട് ചെയ്യൂ. അത് മനസ്സിലാക്കാം. Debate with Dr. Arun Kumar.